ദേവാംഗി രചന യാദവി. അച്ചു, നീ ആ കോലത്തേക്ക് പോകണ്ട. ദേവാംഗിക്ക് ഭ്രാന്ത് മുത്തു. നിലവറയിൽ അടക്കുന്നൊക്കെയാ പറഞ്ഞേക്കുന്നേ. ഉരുട്ടി വായിലേക്ക് വെച്ച അന്നം തൊണ്ടയിൽ കുടുങ്ങിയ പോലെ വിമിഷ്ടം തോന്നി അവന്. 10-ാം വയസ്സിൽ ചെറുമനും കുടിയാനും അടിയാനും എന്തെന്നറിയാത്ത പ്രായത്തിൽ കൂട്ടുകാർ കൂടെ കൂട്ടാത്ത പാടത്ത് ഒറ്റയ്ക്ക് നിന്ന് തേങ്ങിക്കരവേ തന്നെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് കവിളിൽ ചുംബിച്ച് കോവിലകത്തെ ദേവാംഗി തമ്പുരാട്ടി. ചന്ദനമണമുള്ള ചുമ്മനത്തിന്റെ തണുപ്പ് കവിളിലല്ല കരളിലാണ് പതിച്ചത്. വലിയ ജാതി കോമരങ്ങൾ നോക്കി നിൽക്കെ തന്റെ കൈയും പിടിച്ച് തലയുയർത്തി അവർ നടന്നപ്പോൾ താനൊരൊറ്റയാന്റെ തലയെടുപ്പോടെയാണ് കൂട്ടരെ നോക്കിയത്. അസൂയായിരുന്ന എല്ലാ കണ്ണുകളിലും ചുവപ്പ് തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു ഓലപ്പുരക്കുള്ളിലേക്ക് തന്നെ കൈ പിടിച്ച് കയറ്റി ഇരുതോളിൽ അമർത്തി പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, പാടത്തും ചേറിലും തെണ്ടി നടക്കാതെ ഇവിടെ വന്നിരിക്കണം. നീയിനി പുസ്തകങ്ങൾ വായിക്കണം, ലോകത്ത് അറിയണം. നീട്ട് മനുഷ്യൻ മാത്രമാണ് സത്യം. ജാതി ഒരു മരമാണ് നീ ലോകത്തോട് പറയുന്ന ഒരു മനുഷ്യനാവണം. അതും പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. അപ്പോഴും കാറ്റിൽ ചന്ദനഗന്ധം തങ്ങി നിന്നു. താനേതാടാ? എന്താ ഇവിടെ? പരിക്കൻ ശബ്ദം പിന്നിൽ മുഴങ്ങി. 6 അടി പൊക്കത്തിൽ ആരും ഭയക്കുന്ന ഒരു രൂപം. ചുവന്ന കണ്ണുകളിൽ ദേഷ്യം, അലസമായ മുടിയും കട്ടിമീശയും, ചുണ്ടിലെരിയുന്ന ബീഡി. ഞാനിവിടെ പുസ്തകം വായിക്കാൻ ദേവമ്മ പറഞ്ഞിട്ട്. കുഞ്ഞു കണ്ണുകളിൽ ഭയം നിറഞ്ഞു, സ്വരം വിറച്ചു. അത് കണ്ടിട്ടാവണം ആ കണ്ണുകളിൽ അരിവ് നിറഞ്ഞു, സ്വരം മയപ്പെട്ടു. എന്താ പേര്? അച്ചു. അച്ഛന്റെ പേര്? കേളൻ. അമ്മ കുറുമ്പി. ചോദിച്ചില്ലെങ്കിലും ഭയം കൊണ്ട് അറിയാതെ അതും പറഞ്ഞു പോയി. പിന്നെ ആരാ ദേവമ്മ? കോവിലകത്തെ തമ്പുരാട്ടി. എന്നെ വലിയ സ്നേഹ. എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അച്ഛനവിടെ പുറം പണിക്ക് പോകുമ്പോ എന്നെയും കൂട്ടും. അപ്പം ഞങ്ങൾ തമ്മിൽ കാണും മിണ്ടും. ഞാൻ ഉത്സാഹത്തോടെ പറഞ്ഞു. നിന്റെ ദേവമ്മ കമ്മ്യൂണിസ്റ്റാണോടാ? ആ വാക്ക് ആദ്യമായി കേൾക്കായിരുന്നു ഞാൻ. ഏയ് അല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നോട്. ഞാൻ വേണമെങ്കിൽ ചോദിച്ചിട്ട് പറയാം. എന്റെ കണ്ണിലേക്ക് തർപ്പിച്ച് നോക്കിയിട്ട് അയാൾ പറഞ്ഞു, വേണ്ട, എന്റെ പേര് നീലൻ, സഖാവ് നീലൻ. ഞാനെന്ത് വിളിക്കണം? എന്നെ തുറിച്ചു നോക്കി അല്പനേരം ഇരുന്ന ശേഷം അയാൾ പറഞ്ഞു, നീ സഖാവെന്ന് വിളിച്ചാൽ മതി. അതും പറഞ്ഞ അയാൾ ചുവന്ന കുടികൾ കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. ആ മുറിയിൽ അലമാരയിൽ വൃത്തിയായി അടുക്കിയ നിലയിൽ നിറയെ പുസ്തകങ്ങൾ, ചരിത്രങ്ങൾ. അതൊരു പുതിയ ലോകമായിരുന്നു. അക്ഷരങ്ങളുടെ ലോകം, അറിവിന്റെ ലോകം. അച്ചു, കിനാവ് കാണാണ്ട് വേഗം കഴിക്ക്. അമ്മയുടെ ശബ്ദം ഓർമ്മയിൽ നിന്നുണർത്തി. കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റു. ഉമ്മറത്തെ ഒഴിഞ്ഞ കോണിൽ കാല് നീട്ടി വെച്ച് തൂണിൽ ചാരി കിടന്നു. ഓർമ്മകൾ പിന്നെയും ഇരച്ചു വന്നു. സഖാവ് നീലൻ പാവപ്പെട്ടവർക്ക് ഒരു കരുതലും കാവലുമായിരുന്നു എന്ന് പോകെ പോകെ മനസ്സിലായി. അതോടെ കൂടെ കൂടി പലതും അറിഞ്ഞു, പലരെയും പഠിച്ചു. കഷ്ടപ്പാടുകൾക്കിടയിലും ദേവമ്മ പഠനം നിർത്തരുതെന്ന് വാശി പിടിച്ചു. വേണ്ടതെല്ലാം ചെയ്തു തന്നു. ഒരിക്കൽ പാടവരമ്പിൽ കൂടി നിലവിലുള്ള ഓരോ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു വന്നുകൊണ്ടിരിക്കെ എതിരെ വരുന്ന ആളെ കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞു. ദേവമ്മ? ഞാൻ പിറുവൃത്ത കേട്ടിട്ടുന്ന പോലെ സഖാവിനെ നോക്കി. കണ്ണാ? വാത്സല്യത്തോടെ അരിയിലേക്ക് വന്നു അവർ. ചന്ദനഗന്ധമുള്ള വിരലുകൾ ശിരസിൽ ചേർത്തു. നന്നായി പഠിക്കണമെന്ന് സൗമ്യമായി പറഞ്ഞു. ഹൈ, എന്താടി അവിടെ? ചെറുമനെയും പൊലേനെയും തൊട്ട് നീണ്ടി കൊല മുടിക്കോടി ഒരുമ്പെട്ടോളെ. ഓലക്കുടയും ചൂടി മുൻപേ വയറുമായി കുട്ടൻ തമ്പുരാൻ അലറി. ഞാൻ ഭയന്ന് പിന്നോട്ട് മാറി. ഉണ്ണിക്കൂടെ അവരും തള്ളിപ്പിടിച്ച് മുറുക്കി തുപ്പി. ഏത് ചെറുമന്റെ മടത്തിലോട്ടാ യാത്ര? അടിയാത്തി പെണ്ണുങ്ങളുടെ മടിക്കുത്തഴിച്ച് ആ വിയർപ്പിൽ കുളിച്ച് മലച്ചു കിടക്കുമ്പോ ഈ അയിത്തൊന്നില്ലയോ തമ്പുരാനെ? നീലം പുരണ്ടു. അത് ചോദിക്കാൻ നീ ആരാളാ നായേ? തമ്പുരാൻ വിരളി പിടിച്ച് പുലമ്പി. പറഞ്ഞു വരുമ്പോ തന്റെ കുടുംബത്തില് തന്നെയാ കോലോത്തെ പെണ്ണിന് പേരെടുക്കാൻ വന്ന വയറ്റാട്ടിയെ. മാസം 3 കുടിയിലെത്താഞ്ഞപ്പോ ഉള്ളു നൊന്ന് വീട്ടുമുറ്റത്തെ മാവി തൂങ്ങിയ ചാത്തനറിയോടെ തമ്പുരാനെ. തന്റെ അച്ഛൻ തമ്പുരാൻ ചെറുമീ ഇറയത്ത് പൊറപ്പിച്ച വകയിലേ ഞാൻ. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ തനിക്ക്? നീലന്റെ ശബ്ദം പാടത്ത് മുഴങ്ങി. ആ, അങ്ങനെയാടാ വീട്ടുക്കുള്ള തമ്പുരാന്മാർ. തമ്പുരാൻ വീണ്ടും അലറി. എന്നാ ചെറുമിയും തമ്പുരാനും ചേർന്ന സങ്കരനത്തിന്റെ ഉശിരെങ്ങനെയാണെന്ന് ഞാൻ ഈ തമ്പുരാട്ടിയെ കാണിച്ചു കൊടുക്കട്ടെ. പറഞ്ഞു ദേഹമ്മയെ പിടിച്ച് നെഞ്ചിലേക്ക് വലിച്ചിട്ട് നീലൻ. ഞാൻ ഭയം കൊണ്ട് പൂക്കുല പോലെ വിറച്ചു. പതിയെ എന്റെ ബോധം മറഞ്ഞു. വെട്ടിക്കൊല്ലുമെന്നാണ് കരുതിയത്. പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആരെങ്കിലും പറഞ്ഞാൽ കോവിലത്തെ അന്തസ് പോയെന്ന് അവർ വിചാരിച്ചു കാണുമെന്ന് സഖാവ് പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. സന്ധ്യ മയങ്ങിയ ഒരു ദിവസം കാവിന്റെ അരികിൽ മറിഞ്ഞു നിൽക്കുന്ന സഖാവിനെ കണ്ട് ഞാൻ അമ്പരന്നു. വിളിക്കാമെന്ന് കരുതി മുന്നോട്ട് നടക്കാനാണ് ഞാൻ ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. നീലനെ പുണർന്നു നിൽക്കുന്ന ദേവമ്മ, അത്രമേൽ സ്നേഹത്തോടെ പരസ്പരം പ്രണയം കൈമാറുന്നവർ. വീട്ടിലെത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ കാഴ്ച കണ്ണിൽ നിന്ന് മാഞ്ഞില്ല. പിന്നെ ഒരു വാശിയായിരുന്നു. നിഴൽ പോലെ കൂടെ നടന്നിട്ട് ഒരു വാക്ക് പറയാത്ത നീലനോട്, സ്വന്തമെന്ന് കരുതിയിട്ട് അങ്ങനെയല്ലെന്ന് തെളിയിച്ച ദേവമ്മയോട്, ആരോടും യാത്ര പറയാതെ അമ്മാവനോടൊപ്പം പാലക്കാടിന് വണ്ടി കയറി. റിക്രൂട്ട്മെന്റുകളിലെല്ലാം പങ്കെടുത്തു. ഒടുവിൽ ആർമി യൂണിഫോം അണിഞ്ഞു. അതിരുകളും അതിർത്തികളും പിന്നിട്ടു. ചിലപ്പോഴേക്ക് വീട്ടിലെന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ദേവമ്മ വന്നിരുന്നുവെന്ന് അമ്മയുടെ കത്തുകളിൽ നിന്ന് അറിഞ്ഞു. പിന്നെയും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ നീലനെ കാണാതായതും ദേവമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചതും അമ്മ എഴുതി. ആർക്കും അവർ തമ്മിലുള്ള ബന്ധം അറിയില്ലെന്ന് എനിക്ക് അമ്മയുടെ വാക്കിൽ നിന്നും നാട്ടിലെ വാർത്തകളിൽ നിന്നും വ്യക്തമായി. അച്ചു, മഴ പൊഴിയുന്ന കണ്ടില്ലേ?
ചാറ്റിൽ വീണ് ശരീരം നനയും. അകത്തേക്ക് കയറിപ്പോ. തണുത്ത കാറ്റടിച്ച് പനി പിടിപ്പിക്കണ്ട. ജമ്മുവിലെ മഞ്ഞുമലയിൽ കാവൽ നിൽക്കുന്നവനോട് മഴ നനയണ്ടാന്ന് ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പാവ അമ്മ. അമ്മയ്ക്കൊന്നും അറിയില്ല. അകത്തേക്ക് കയറുമ്പോൾ ഉള്ളിലൊരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ദേവമ്മയെ കാണണം. നീലൻ എവിടെയാണെന്ന് അറിയണം. കോവിലത്തെ ശങ്കരൻ ചേട്ടന് കൈമണി കൊടുത്ത് പത്തായപ്പുരയിലേക്ക് നടക്കുമ്പോൾ അറിയാതെ ഉള്ളെന്ന് വിറച്ചു. ഇനി ശരിക്കും ദേവമ്മക്ക് ഭ്രാന്താണെങ്കിൽ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് തന്നെ മനസ്സിലുറപ്പിച്ചു. പത്തായപ്പുരയിലെത്തി വാതിൽ പതിയെ തുറന്നു. ചിമ്മിനിയിലെ തിരി നീട്ടി അകത്ത് പ്രകാശം പരന്നു. ആരാ? ഇരുട്ടിൽ നിന്നും ചിലമ്പിച്ച പെൺസ്വരം. ദേവമ്മ. ഇരുട്ടിന്റെ മറ നീക്കി മങ്ങിയ വിളിച്ചതിൽ ദേവിയെ പോലെ ദേവമ്മ. 30-ലും ജ്വലിക്കുന്ന മുഖം, കൈകളും കാലുകളും ജനാലിൽ കോർത്ത് പൂട്ടിയ ചങ്ങലയിൽ ഭദ്രം. അച്ചു. ആ വിളി മതിയായിരുന്നു എനിക്ക് എല്ലാം മറക്കാൻ, പൊറുക്കാൻ. അടുത്തേക്ക് വാ. ദേവമ്മയ്ക്ക് ഭ്രാന്തില്ല കണ്ണ. അച്ചുവിന് ദേവമ്മയെ പേടിയാണോ? അല്ല. ഞാൻ ആ കൈകൾ ചേർത്ത് പിടിച്ചു. ദേവമ്മക്ക് പഴയ ചന്ദനഗന്ധമില്ലെന്ന് ഞാൻ ഓർത്തു. നീലൻ. ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ഞാൻ കൂട്ടിപ്പിടിച്ച വിരൽ തുമ്പ് വരെ ആ പേര് കേട്ടെന്ന് പറച്ചു. അച്ചു. മുള ചീന്നും പോലെ കരച്ചിലാണ് കുട്ടി. മുഖം നെഞ്ചോട് ചേർന്നു. എന്റെ നെഞ്ചിൽ നനവ് വളരുന്ന ഞാൻ അറിഞ്ഞു. എതിർത്തില്ല. കരയട്ടെ, മനസ്സ് ശാന്തമാവട്ടെ. അല്പം കഴിഞ്ഞ് വാക്കുകൾ പെരുക്കി കൂട്ടി ദേവമ്മ പറഞ്ഞു തുടങ്ങി. അച്ചു പോയതിനു ശേഷം ഞങ്ങൾ മിക്കവാറും കാണാറുണ്ടായിരുന്നു. എങ്ങനെയോ ഇത് കോവിലത്തറിഞ്ഞു. അതോടെ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് എന്നെ പൂട്ടിയിട്ടു. ശങ്കരചേട്ടൻ്റെ സഹായത്തോടെ ഞാൻ നീലന് നിരന്തരം കത്തുകൾ എഴുതി. പക്ഷെ ഒരിക്കലും അതും പിടിക്കപ്പെട്ടു. അതോടെ വീണ്ടും ക്രൂരമർദ്ദനവും പട്ടിണിയെടുത്തലും പതിവായി. പാർട്ടി ശക്തി പ്രാപിച്ചുകൊണ്ട് നീലനെ നേരിട്ടൊന്നും ചെയ്യാൻ കോവിലത്തുള്ളവർക്ക് സാധിച്ചില്ല. പക്ഷെ എപ്പോഴെങ്കിലും തരം കിട്ടിയ മരണത്തിൽ കുറഞ്ഞൊരു സമ്മാനം അവനില്ല എന്നവരെന്നെ വെല്ലുവിളിച്ചു. പിന്നെ നീലനെ കാണാതായി. എവിടെയെന്നറിയാതെ നീലന്റെ കൂട്ടാളികൾ പരക്കം പാഞ്ഞ് നടക്കുകയെന്നതാ ഒടുവിൽ കിട്ടിയ വാർത്ത. പിന്നെ ദേവമ്മക്കൊന്നും അറിയില്ല. അച്ചു. അവൻ ദുർബലമായി മൂളി. തെക്കേപ്പാടത്തെ കണ്ണാടിപ്പുഴയുടെ അതിരിൽ പുതിയൊരു മടയുണ്ടാക്കി അച്ഛൻ തമ്പുരാൻ. നല്ല ചേലാണ് രാത്രി കാണാനെന്ന് ആ പണിക്കാർ പറയുന്ന കേട്ട്. എന്നെ അത്രയിടം വരെ ഒന്ന് കൊണ്ടുപോവോ? ഒത്തിരി കാലമായി പുറലോകം കണ്ടിട്ട്. സമ്മതിച്ചു പോയി ആ കണ്ണീരിന് മുമ്പിൽ. പാൽ വെളിച്ചം തൂവി നിൽക്കുന്ന അമ്പിളി മാമനെ അല്പം നോക്കി നിന്നു ദേവമ്മ. പിന്നെ മുന്നോട്ട് നടന്നു. ഇരുണ്ട മേഘങ്ങൾ ആകാശത്ത് അലഞ്ഞു നടന്നു. തറവാടിന്റെ പിന്നിലെ കണ്ടെത്താ ദൂരത്തോളം പടന്നു കിടക്കുന്ന പാടവരമ്പിലൂടെ ദേവമ്മയ്ക്കൊപ്പം നടക്കാൻ ഞാൻ ബുദ്ധിമുട്ടി. ഏതോ ഒരു ആവേശത്തിൽ പായുകയായിരുന്നു അവർ. കണ്ണാടിപ്പുഴക്ക് തടയിട്ട് നിർത്തിയ മഴയുടെ മുകളിൽ നിന്ന് ദേവമ്മ എന്നെ നോക്കി ചിരിച്ചു. ഉറക്കെ ഉറക്കെ ഉറക്കെ, ഭ്രാന്തിയെ പോലെ. എന്റെ സപ്തനാടികളും തളർന്നു. അച്ചു. ചങ്ങലിൽ പൂട്ടിയ രാത്രി എന്റെ കാതോരം കുട്ടിയേട്ടം പറയുവാ, കണ്ണാടിപ്പുഴയുടെ പുതുമടയിൽ നീലന്റെ ചോരയും ചേർത്ത് ചവിട്ടി ഉറപ്പിച്ചു എന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വന്ന്. അത് സത്യമാണോന്ന് എനിക്കറിയണം. അതറിയാതെ ഞാൻ വരൂല. നീ അത് തെളിച്ചു തരണം അച്ചു. നിനക്ക് ദേവമ്മയ്ക്ക് വേണ്ടി അത്രയും ചെയ്തൂടെ പറ. ചെയ്തൂടെ അച്ചു? ചെയ്യാം. നേരൊന്ന് വെളുത്തോട്ടെ, നമുക്ക് ചെയ്യാം. വിറക്കുന്ന ആ ശരീരം ചേർത്ത് പിടിക്കാതെ ചെയ്യണമെന്ന് തന്നെ തോന്നി. വീടിന്റെ ഉമ്മറത്തൊരു ഭ്രാന്തും കാട്ടാതെ പ്രതിമയെ പോലെ ഇരുന്ന് ദേവമ്മ. അമ്മയും അച്ഛനും ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞു. എല്ലാവരും എല്ലാം അറിഞ്ഞു. അടിയാളന്മാർ ഒരുമിച്ചു. പടയൊരുക്കമറിയാതെ തമ്പുരാക്കന്മാർ സുഖമായി ഉറങ്ങി. പുലർച്ചെ തന്നെ നാട്ടുകാർ കണ്ണാടിപ്പുഴയുടെ തീരത്ത് കൂടി. പുലരിവട്ടത്തിൽ ദേവമ്മയെ കണ്ട് ഞാൻ ഉൾപ്പെടെ എല്ലാവരും നടുങ്ങി. വെളുത്ത ശരീരം നിറയെ അടിപ്പാടുകൾ, കണ്ണീരുണങ്ങിയ ചാലുകൾക്കൊപ്പം വിരൽപ്പാടുകൾ കരിനീരിച്ച് കിടക്കുന്നു. മടയിലേക്ക് തുറിച്ചു നോക്കി ഇമച്ചിമ്മാ നിന്ന ദേവമ്മയുടെ എണ്ണ കാണാത്ത മുടി കാറ്റിൽ പറന്നു. മട പൊഴിച്ചു തുടങ്ങി. ആർക്കും അനക്കമില്ല. നീലനൊരു പൊതുസ്വത്തായിരുന്നല്ലോ. പകുതി എത്തിയപ്പോൾ ആളുകൾക്കിടയിൽ ഒരു മർമ്മനം ഉയർന്നു. ചെളിവെള്ളത്തിൽ ചോര കലർന്നു. ദേവം ഒരു ആശ്രയത്തിനെന്ന പോലെ എന്നെ ചാരി. മടമുറിഞ്ഞു. ഒപ്പം ജീവനില്ലാത്തൊരു ശരീരം മടയിൽ നിന്നും വെള്ളത്തിലേക്ക് ഊർന്നു വീണു. അച്ചു, ഞാൻ പറഞ്ഞില്ലേ അച്ചു കൊന്നൂന്ന്. കൊന്നു. ദേവമ്മ ബോധശൂന്യായി നിലംപതിച്ചു. ദേവമ്മയെ കോരിയെടുത്ത് മുന്നോട്ട് നടക്കവേ പിന്നിൽ നിലവിളി പോലൊരു ശബ്ദം ഉയർന്നു. ഇത് നീലനല്ല, മറ്റാരോ. എന്റെ കയ്യിൽ തളർന്നു വീണ ദേവമ്മയുടെ നെറുകിൽ ചുണ്ടമർത്തി പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ. ദേവം ഉണരുമ്പോൾ നീലിനെ കാണാമെന്ന് എനിക്ക് വാശിയായി. ഉമ്മറത്തി കിടത്തി ഞാൻ ഞങ്ങളുടെ സ്വകാര്യ ഇടത്തിലേക്ക് കുതിച്ചു. പുറമേ കാട് പോലെ തോന്നിയാലും വലിയ വാഗ കൂടെ പിടിച്ചു നിൽക്കുന്ന ഒരിടം. എന്റെ ഊഹം തെറ്റിയില്ല. നിറവീണ മുടി അലസമായി കോരി അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സഖാവേ! തൊണ്ട പൊട്ട് മാറുച്ചതിൽ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് പുണർന്നു. 10 വർഷങ്ങൾക്ക് ശേഷം കൂടിക്കാഴ്ച. ദേവാംഗി. ആ സ്വരത്തിൽ വേദന നിറഞ്ഞു. ഞാനുള്ളപ്പോ ദേവമ്മ എവിടെ പോവാൻ? കൂടുവായോ? രണ്ടിനും വെച്ചിട്ടുണ്ടയാ. ആ മുഖത്ത് വിവേചിക്കാൻ കഴിയാത്ത ഭാവം. പിന്നെ എല്ലുപൊടിയും പോലെ ഒരു ആലിംഗനം. പക്ഷെ ദേവമ്മ നീലിനെ തിരിച്ചറിയാൻ പിന്നെയും ദിവസങ്ങളെടുത്തു. അത്രയും സമയത്ത് അനുഭവം ആ മനസ്സിൽ അസ്വസ്ഥതയുടെ മുറിവുകൾ നൽകിയിരുന്നു.
ദിവസങ്ങളും 3 മാസങ്ങളും കടന്നുപോയി. ഇന്ന് തിരികെ പോകണം. എല്ലാം ഒരുക്കി നിർജ്ജീവമായ കൃഷ്ണമണിയിൽ എന്റെ രൂപം തെളിഞ്ഞതും അകന്നുപോയതും അറിയാതെ അപ്പോഴും ദേവമായി എന്ന നോവേനിൽ ബാക്കിയായി. 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നാട്ടിലേക്ക്. കണ്ണാടിപ്പുഴയുടെ മുകളിലെ പാളത്തിലൂടെ കണ്ടപ്പോൾ തീവണ്ടി കിതച്ചോടി. താഴെ പുഴ കണ്ടപ്പോൾ ഓർമ്മകൾ തട്ടി ഉള്ളൊന്ന് പിടഞ്ഞു. ആരോടും പറയാതെയാണ് ഈ വരവ്. അമ്മയുടെ കത്തുകളിലൂടെ ദേവമ്മയും നീലനും പട്ടാമ്പിക്ക് പോയ വിശേഷം വരെ അറിഞ്ഞിരുന്നു. പിന്നെയൊന്നും അമ്മയെ അറിഞ്ഞിട്ടുണ്ടാവില്ല. മുറ്റത്തേക്ക് കയറിയതും കണ്ടു. നെല്ലിച്ചിക്കുന്ന അമ്മയെ പിന്നിലൂടെ പയ്യെന്ന് കണ്ണുപൊത്തി. അച്ചു കാണാതെ തന്നെ അമ്മ ഒരു നിലവിളി പോലെ വിളിച്ചപ്പോൾ കണ്ണു നിറഞ്ഞു. പിന്നെ വീട്ടിൽ ഉത്സവമായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാ സൽക്കാരങ്ങളും യാത്രകളും ഒതുങ്ങി. ഉച്ചയൂണും കഴിഞ്ഞ് ശാന്തമായി ഇറയത്ത് തൂണിൽ ചാരി മയങ്ങവേ ഒരു മൃദുലമായ തലോടൽ കവിളിൽ പതിഞ്ഞു. ശരിക്കും അതിശയിച്ചു പോയി. മുമ്പൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു കുഞ്ഞ്. 1 വയസ്സുണ്ടാവും. നിറയെ കുറുനിരകളുള്ള കുഞ്ഞ് തലയാട്ടി പല്ലില്ലാത്ത മോണകാട്ടി ചിരിക്കുകയാണ് അവൾ. ആരെന്ന ചിന്ത ഉള്ളിൽ വന്നിട്ടും വാത്സല്യത്തോടെ ഒരു ചുംബനം കൊടുക്കാൻ അതൊരു തടസ്സമായില്ല. പക്ഷെ അവൾക്ക് പിന്നാലെ കടന്നു വന്നവർ എന്റെ കണ്ണ് നിറച്ചു. നിറവീണ മുടിഴകളുമായി രണ്ടുപേരും എന്നെ നോക്കി പുഞ്ചിരിച്ചു. ദേവമേ. ദേവമ്മ സഖാവിനെ കെട്ടിപ്പിടിച്ച് വിശേഷങ്ങൾ പറയുന്നതിനിടെ ദേവമ്മന്റെ ശിരസിൽ തലോടി. ചിലപ്പോൾ വാക്കുകൾക്കപ്പുറം ആ മനസ്സിൽ എന്നോടുള്ള കടപ്പാടായിരിക്കാം. ദേവമ്മ 7 തിരിയിട്ട നിലവിളക്ക് തെളിഞ്ഞ പോലുള്ള ഐശ്വര്യം തുളുമ്പുന്ന ചിരിയോടെ എന്നെ നോക്കി. അപ്പോഴും ദേവമ്മക്ക് ചന്ദന സുഗന്ധമായിരുന്നു.